അല്ല, ഞാൻ പ്രൊഡ്യൂസറിനെയാ വിളിച്ചത്. ഇതെന്താ സംഭവം? മുമ്പോട്ട് പോകാൻ മറ്റേ രാജമൗരി ഒന്നും കാണണ്ട. ഇനിയൊരു ബാഹുബലി വന്നു കഴിഞ്ഞാൽ വില്ലൻ ഇവിടെ സെറ്റാ. യെസ്, എന്തൊക്കെയാണ് നമ്മുടെ നാടികർ വിശേഷങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വന്നതിനെല്ലാം. നിങ്ങൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാനൊരു 4 മണിക്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനം ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ May 3 വി കമ്മിങ് ടു തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് മാത്രമല്ല ജീനു, ഇതിനകത്ത് ഒത്തിരി ഡെപ്ത്, ലോട്ട് ഓഫ് ലേയേഴ്സ് ടു ദ മൂവി. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു. May 3 തിയേറ്ററിലേക്ക് വരിക പ്ലീസ്. അടിപൊളി, സൂപ്പർ അല്ലേ? ഷോർട്ട് ആൻഡ് സ്വീറ്റ് നമ്മൾ ഇതിനെയാണ് പറയുന്നത്. നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിന്റെ പിറകിലും? മൈത്രി മൂവി മേക്കേഴ്സ് വരുന്നത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് ഇത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ച് പപ്പ, ദാറ്റ്സ് ലാൽ സർ, അവരുടെ ഒരു പ്രോജക്റ്റിൽ ഹി വാസ് ആക്ടിങ് ഇൻ വൺ ഓഫ് ദ മൂവീസ്. അപ്പം എന്തോ കഥ പറയുന്ന സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് ചെയ്തേക്കണ എൻ്റെ മകനാണ്. അപ്പം ലൈക്ക് ഓ, ഞങ്ങളതിൻ്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പം കെൻ വി ഡു പ്രൊഡ്യൂസ് വൺ ഓഫ് ഹിസ് മൂവീസ് എന്ന് പറഞ്ഞു. അപ്പം ദെൻ പപ്പ വിളിച്ചു പറഞ്ഞു, എടാ ഒന്ന് യു ഗൈസ് ട്രൈ ആൻഡ് ടോക്ക് ആൻഡ് സീ ഇഫ് ഇറ്റ് വിൽ വർക്ക്. അങ്ങനെയാണ് അവർ വരുന്നത്. ആൻഡ് ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് കൊളാബറേഷൻ. ഐ ഹോപ്പ് വി കൻ ക്യാരി ദിസ് ഫോർവേഡ് ആൻഡ് give excellent results. Thank you so much. Yes, thanks a lot. So, ഒരു സെക്കൻഡ്, ധൃതിയുണ്ടെന്ന് തോന്നുന്നു ഇല്ല? ഓക്കെ. കാരണം നിങ്ങളെ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, മെയിൻ റീസൺ ബിഹൈൻഡ് ഈ ഒരു കൊളാബറേഷനൊക്കെ കാരണമായ ഒരാൾ. സോ അദ്ദേഹത്തെ നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ, എനിക്കറിയാം തന്നെ വിളിച്ചാൽ ചിലപ്പോൾ വരില്ല എന്നറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ജോയിൻ ചെയ്താൽ മതി, സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ക്യാൻ യു ജോയിൻ ആസ്? ഒരു നല്ല കൈയ്യടി കൊടുക്കാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വി ഹാവ് ലാൽ ജൂനിയർ, ജീൻ ലാൽ പോൾ. വേണോ? ഓ യെസ്, ഓക്കെ, അടിപൊളി. ഗൈസ്, അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് വന്നു നിന്നത് മഞ്ഞുമൽ ബോയ്സ് വേണ്ടിയിട്ടാണ്. അപ്പോൾ അഭിനയിച്ച് വന്ന് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതിപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ സിനിമയാണ്. ദിസ് ഇസ് മൈ ബേബി. ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയാനുമില്ല, എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടിപൊളി. ഞാൻ കുറെ സംസാരിക്കുന്നു പറഞ്ഞ് വന്ന ആളാട്ടോ. ഞാൻ ചോദിച്ചിരുന്നു സോനിയോട് സംസാരിക്കില്ല, ഞാൻ സംസാരിക്കും, സൂപ്പറായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞ് വന്നത്. ഒരു വാക്ക് പറഞ്ഞിട്ട് തിരിഞ്ഞു അടുത്ത ചോദ്യം ചോദിച്ചത്. ഹൗ ഡു യു ഫീൽ ലൈക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിങ്ങൾക്കിതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ? ലുലു മോൾ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണോ? അതെ, നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. എപ്പോഴും വരാറുണ്ട്. അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മളതിനിട്ട് എഫേർട്ടിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രഹമും ജോർദാനും രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ആർഷയുണ്ട്. ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആർഷ എന്നാണ്, എൻ്റെ വൈഫാണ്. ഇങ്ങനൊരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പം താങ്ക്സ് ടു ആഷ. ഓക്കെ, പറഞ്ഞു വിട്ടിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, എനിക്ക് ഏറ്റവും കടപ്പാട് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ്. എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ്. അപ്പോൾ ജീൻ്റെ ക്ലബ്ബാണ്. ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി സിനിമ സംഭവിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു സമദ്. എല്ലാവരും ടീമിൽ കളിച്ചെല്ലാവരും. നമ്മുടെ എഡിറ്റർ ടീമിൽ കളിക്കുന്ന രതീഷ്, അനൂപ് പ്രൊഡ്യൂസർ ഇവിടെ ക്യാപ്റ്റനായിരുന്നു, ജീനാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. അപ്പോൾ ചന്തു ഇൻ്റെ ടീമിലോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു.